നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിന് കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. അതോടൊപ്പം നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് ഇതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് PDF ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ്. അപ്പം ധാരാളം പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പോൾ ഗെയിൽ വിളിച്ചിട്ടുണ്ട്. പെർമനൻറ്റ് പോസ്റ്റുകളാണ്, സ്ഥിര ജോലിയുടെ റിക്രൂട്ട്മെൻറ്റാണ്. ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക്, അതിനെ കെമിക്കലിലേക്ക് വിളിച്ചിട്ടുണ്ട്, മെക്കാനിക്കലിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഫോർമാൻ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, സിവിലിലേക്കായിട്ട് ഫോർമാൻ വിളിച്ചിട്ടുണ്ട്. അക്കൗണ്ടൻ്റ് പോസ്റ്റുണ്ട്, ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഉണ്ട്, ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്, ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്, അക്കൗണ്ട് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം പോസ്റ്റിലേക്കായിട്ട് ഏതാണ്ട് 400-നടുത്ത് വേക്കൻസിയിലായിട്ട് ടോട്ടലായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷനും പേ സ്കെയിലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജൂനിയർ എഞ്ചിനീയർ കെമിക്കൽ ആണ് എങ്കിൽ 35,000 മുതൽ 1,38,000 രൂപ വരെയാണ് സാലറി ആയിട്ട് ലഭിക്കുക. 45 വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് വരുന്നത്. അതോടൊപ്പം SC ST OBC വിഭാഗങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള വയസ്സിളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ കെമിക്കൽ ഓർ പെട്രോ കെമിക്കൽ ഓർ കെമിക്കൽ ടെക്നോളജി, അതുമല്ലെങ്കിൽ പെട്രോ കെമിക്കൽ ടെക്നോളജി വിത്ത് 60% മാർക്കാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. 8 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അടുത്ത പോസ്റ്റ് നോക്കുന്ന സമയത്ത് മെക്കാനിക്കലാണ്, അതിലേക്കും 8 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. സാലറി സ്കെയിലൊക്കെ സെയിം തന്നെയാണ്, ഡിപ്ലോമയാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർമാൻ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഡിപ്ലോമ തന്നെയാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലുള്ള 60% മാർക്കോട് കൂടിയിട്ടുള്ള ഡിപ്ലോമ, അതോടൊപ്പം 2 വർഷത്തെ ഇലക്ട്രിക്കൽ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റേഷനിലും സെയിം തന്നെയാണ്. ഇതിൽ വരുന്ന സാലറി സ്കെയിൽ 29,000 മുതൽ 1,20,000 വരെയാണ് സാലറി ആയിട്ട് ലഭിക്കുക. ഇൻസ്ട്രുമെൻറ്റേഷനൊക്കെ ആണെങ്കിൽ ഡിപ്ലോമയാണ്, അതോടൊപ്പം 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. ഫോർമാൻ സിവിലിലേക്കും സെയിം തന്നെയാണ്, 2 വർഷത്തെ എക്സ്പീരിയൻസ്, അതോടൊപ്പം ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ. ജൂനിയർ സുപ്പീരിയൻറ്റൻ്റ് പോസ്റ്റിലേക്കാണെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് പോസ്റ്റിലേക്കാണ്. സാലറി സ്കീം 29,000 മുതൽ 1,20,000 വരെയാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഓഫ് മിനിമം 3 വർഷമാണ്. 3 വർഷത്തോട് കൂടിയിട്ടുള്ള നിങ്ങൾക്ക് ഡിഗ്രി, ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഹിന്ദി ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഹിന്ദി വിത്ത് മിനിമം 55% മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് 3 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ലൈൻ എക്സ്പീരിയൻസ് ഇൻ ഇംഗ്ലീഷ് ടു ഹിന്ദി ട്രാൻസ്ലേഷനിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. സാലറി സ്കെയിൽ പറഞ്ഞതാണ്, 29,000 സ്റ്റാർട്ടിങ് വരുന്നത്. ജൂനിയർ കെമിസ്റ്റ് ആണെങ്കിൽ അതിലേക്കും 29,000 തന്നെയാണ് സാലറി സ്കെയിൽ വരുന്നത്. MSc കെമിസ്ട്രി ആണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. ജൂനിയർ അക്കൗണ്ടൻറ്റ് പോസ്റ്റ് ഉണ്ട്, അതിലേക്ക് 29,000 മുതൽ 1,20,000 തന്നെയാണ് സാലറി സ്കെയിൽ വരുന്നത്. MSc മാസ്റ്റേഴ്സ് ഡിഗ്രി MCOM ആണ് യോഗ്യതയായിട്ട് വരിക. അതോടൊപ്പം 60% മാർക്കോട് കൂടിയിട്ടുള്ള MCOM, അതോടൊപ്പം 2 വർഷത്തെ ഫിനാൻസ് ഓർ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ്. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പോസ്റ്റ് ഉണ്ട്, ലബോറട്ടറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 24,500 മുതൽ 90,000 വരെയാണ് സാലറി ലഭിക്കുക. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് BSc വിത്ത് കെമിസ്ട്രി, അതോടൊപ്പം അതിൽ 55% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. 1 ഇയർ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറിയിലുള്ള 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഓപ്പറേറ്റർ കെമിക്കൽ പോസ്റ്റ് ഉണ്ട്, 25,500 മുതൽ 90,000 വരെയാണ് സാലറി ലഭിക്കുക. BSc കെമിസ്ട്രി, ഫിസിക്സ്, മാത്സിലൊക്കെയുള്ള ഡിഗ്രി ഉണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. 1 ഇയർ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. ടെക്നീഷ്യൻ ആണെങ്കിൽ ഇലക്ട്രിക്കലിലേക്ക് വിളിച്ചിട്ടുണ്ട്, ഇൻസ്ട്രുമെൻറ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കലിലേക്കും വിളിച്ചിട്ടുണ്ട്. ടെലികോം ആൻഡ് ടെലിമെട്രി, ഇത്രയും പോസ്റ്റിലേക്കായിട്ട് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് യോഗ്യതയായിട്ട് ITI ട്രേഡ്സ്മാൻഷിപ്പ് ഓർ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ ഓർ വയർമാനിലേക്ക് അതിലുള്ള ITI NCVTയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇലക്ട്രിക്കൽ സ്ട്രീമിലേക്ക്. ഇൻസ്ട്രുമെൻറ്റേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ITIയിലുള്ള IMEC ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്.
മെക്കാനിക്കലാണ് എങ്കിൽ ITI തന്നെയാണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ടെക്നീഷ്യൻ പോസ്റ്റിലേക്കൊക്കെ 2 വർഷത്തെ എക്സ്പീരിയൻസും അതോടൊപ്പം ITI ഉണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓപ്പറേറ്റർ ഫയർ പോസ്റ്റിലേക്കാണെങ്കിൽ +2 പാസ്സായിരിക്കണം. അതോടൊപ്പം 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. ബോയിലറിലേക്കും 1 ഇയർ എക്സ്പീരിയൻസും ITIയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അക്കൗണ്ട് അസിസ്റ്റൻ്റ് ഉണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഓഫ് മിനിമം 3 വർഷം, അത് 55% മാർക്ക് BCom ആണ് ചോദിച്ചിരിക്കുന്നത്. 1 ഇയർ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ്. ബിസിനസ് അസിസ്റ്റൻ്റ് പോസ്റ്റ് ഉണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഓഫ് മിനിമം 3 വർഷം ഡ്യൂറേഷനുള്ള ഡിഗ്രി, അതായത് BBA, BBS, BBM വിത്ത് 55% മാർക്കാണ്. 1 ഇയർ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ്. ഇതാണ് ഇതിലേക്ക് വരുന്ന സാലറി സ്കെയിലും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. അത്യാവശ്യം നല്ല സാലറിക്ക് ലഭിക്കുന്ന വിവിധ പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 50 രൂപയാണ് അപേക്ഷ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.